ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ്. അതായത് ഹൗ വിൽ യു സ്റ്റെപ്പ് അപ്പ് ഇൻ എ ഹോമോലോഗസ് സീരീസ്. അപ്പോൾ ഒരു ലോവർ മെമ്പറിൽ നിന്ന് ഒരു ഹയർ മെമ്പർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാർബൺ ആറ്റം സ്റ്റെപ്പ് വൈസ് ഇൻക്രീസ് ആണെങ്കിൽ ഓരോരോ കാർബൺ ആറ്റം ഇൻക്രീസ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ 2-3 റിയാക്ഷൻസ് ഇവിടെ എടുക്കുകയാണ്. ആദ്യം ആൽക്കഹോളിനെ എടുക്കാം. ആൽക്കഹോൾ മെത്തനോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫോസ്ഫറസും അയഡിനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ മെത്തനോൾ മീഥൈൽ അയഡൈഡ് ഫോം ചെയ്യും. അപ്പം ഇവിടെ മെത്തനോളും മീഥൈൽ അയഡൈഡും 1 കാർബൺ കോമ്പൗണ്ട് തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾ KCN ആണ് അതുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു KI എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് CH3CN അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ 1 കാർബൺ കോമ്പൗണ്ടിൽ നിന്ന് 2 കാർബൺ ആയി. അപ്പം ഇതാണ് അവിടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ 1 ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത് KCN ആണ്. ഈ KCN ഇസ് അയോണിക്, K+N CN-. അത് നമുക്കറിയാം. മീഥൈൽ അയഡൈഡിലെ അയഡൈഡ് I- ആയിട്ട് മാറ്റിയിട്ട് CN- അവിടെ അറ്റാച്ച് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ അടുത്ത റിയാക്ഷൻ അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. CN-നെ നമുക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്ത് ഒരു പ്രൈമറി അമീനാക്കി 2 കാർബൺ കോമ്പൗണ്ട് സയനൈഡിനെ 2 കാർബൺ അമീനാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ അമീനിനെ നമുക്ക് പിന്നെ NH2-നെ OH ആയിട്ട് മാറ്റുന്നതിന് ബെസ്റ്റ് റിയേജൻ്റ് എന്ന് പറയുന്നത് നൈട്രസ് ആസിഡാണ്. സോ ദാറ്റ് വിൽ കൺവേർട്ട് ഈഥൈൽ അമീൻ ടു ഈഥൈൽ ആൽക്കഹോൾ. അപ്പം ഇതാണ് ഇവിടെ KCN ആണ് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദി നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി ലോവർ മെമ്പർ. നെക്സ്റ്റ് ഈസ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഫോമിക് ആസിഡാണ്, HCOH. അവിടെ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഹയർ ആസിഡാണ് വേണ്ടത്, അസറ്റിക് ആസിഡ്. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. അതൊരു കംപ്ലീറ്റ് റിഡക്ഷനാണ് ചെയ്യുന്നത്. ആസിഡിനെ കംപ്ലീറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആൽക്കഹോൾ വിത്ത് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം കിട്ടും. സോ 1 കാർബൺ 1 കാർബൺ. Again, as the previous case, phosphorus and iodine converts this OH to I. Then addition of KCN. On treating with KCN, CH3I changes to CH3CN. So ഇവിടെയാണ് സ്റ്റെപ്പിംഗ് അപ്പ് നടന്നിട്ടുള്ളത്. ഓക്കെ, 1 കാർബൺ ആറ്റം ഈസ് ഇൻക്രീസ്ഡ് or added. Then that compound undergo hydrolysis to form acetic acid. So formic acid is converted to acetic acid. The chain increasing step is done by KCN. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു കൺവേർഷൻ റിയാക്ഷനും എഴുതാം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഏതാണെന്ന് നോക്കുക, ഫൈനൽ പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കുക. സെയിം ഹോമോലോഗസ് സീരീസ് ആണെങ്കിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസ് ചെയ്തതായിട്ട് നോക്കുക. ഒരു കാർബൺ ആറ്റം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് KCN ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ KCN റിയാക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു അയഡൈഡ്, ഒരു ഹാലോ കോമ്പൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ റിയാക്ഷൻ സ്റ്റെപ്സ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇനി നമ്മൾ ഇതേപോലെ ചെയിൻ ഇൻക്രീസിങ്, ചെയിൻ ലെങ്തനിങ് ഓഫ് ആൽഡോസസ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഫേമസ് കില്യാനി ഫിഷർ സിന്തസിസ്. അവിടെ നമ്മൾ ഒരു അരബിനോസ് എന്ന് പറയുന്ന ഒരു 5 കാർബൺ ഷുഗറാണ് എടുത്തത്. അരബിനോസ് 5 കാർബൺ ഷുഗർ എടുത്തു. അതിനെ HCN വെച്ചാണ് ആഡ് ചെയ്തത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഈ കേസിലെല്ലാം നമ്മൾ KCN ആയിരുന്നു എടുത്തത്. ഇവിടെ വി ആർ യൂസിങ് HCN. അപ്പോൾ ഇതെന്താണ് വ്യത്യാസം എന്നാൽ ഇവിടെ ഒരു കാർബണൈൽ ഗ്രൂപ്പിൽ C+O ഗ്രൂപ്പിൽ അഡീഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഇവിടെ ഒരു ഷിഫ്റ്റ് വന്നിട്ട് H+ഉം CN- ആഡ് ചെയ്യുകയാണ്. H+Oയിലേക്ക് O- പോകുന്നു, CN- Cയിലേക്ക് വരുന്നു. അങ്ങനെ നമുക്ക് ഇവിടെയും ഒരു കാർബൺ ഇൻക്രീസ് ചെയ്ത് കിട്ടി. ഈ കോമ്പൗണ്ടിൻ്റെ ഈ സൈൻഹൈഡ്രിനാണ്, ആക്ച്വലി അത് സൈൻഹൈഡ്രിനാണ് പറഞ്ഞത്. ഈ സൈൻഹൈഡ്രിൻ്റെ ഫർദർ ഹൈഡ്രോളിസിസിൽ നിന്ന് നമുക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടും. അത് ഒരു സൈക്ലൈസേഷൻ, ഒരു ഗാമ ലാക്ടോൺ ഫോം ചെയ്തിട്ട് ഫൈനലി നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നതായിട്ടാണ് നമ്മൾ കില്യാനി സിന്തസിസ് പഠിച്ചത്. അപ്പം ഈ തരത്തിൽ നമുക്ക് ഈ അയോണിക് KCN ഉപയോഗിച്ചിട്ട് ഒരു സയനൈഡ് അയോണ് ഒരു റീപ്ലേസ്മെൻറ്റ്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പോലെ ചെയ്യാം. അതുപോലെ തന്നെ HCN ഉപയോഗിച്ച് ഒരു അഡിഷൻ റിയാക്ഷൻ ചെയ്യാം. ഈ 2 റിയാക്ഷനിലും നമ്മൾ കണ്ടത് കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ 1 ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതുപോലെ നിങ്ങൾ പഠിച്ച പല റിയാക്ഷൻസും ഈ പല മോഡ്യൂൾസിലും പല കാറ്റഗറി കോമ്പൗണ്ട്സിലും നിങ്ങൾക്ക് ഇതുപോലെ സിമിലർ റിയാക്ഷൻസ് കാണാൻ പറ്റും. അതിനെ
തിരഞ്ഞെടുത്ത് ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കി എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ കൺവേർഷൻ റിയാക്ഷൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ നൈട്രസ് ആസിഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഓർക്കുക, KCl ഫംഗ്ഷൻ എന്താണെന്ന് ഓർക്കുക, ഫോസ്ഫറസ് ആൻഡ് അയഡിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇതെല്ലാം പ്രത്യേകമായിട്ട് ഓർത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.